ഹലോ, ഗുഡ് ഈവനിങ്. അപ്പം ഇന്നൊരു ചക്ക വ്ളോഗാണ്. ചക്കയൊക്കെ ഇട്ടു. ചക്കയിട്ട് ചക്ക നല്ലോണം വൃത്തിയാക്കി ചക്കേനെ ചെറുതായിട്ട് നുറുക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾ വേഗം പോയിട്ട് കണ്ടിട്ടോ. നമ്മുടെ വീട്ടിലെ കുളത്തിലെ മീനിന് തീറ്റെല്ലാം കൊടുത്ത് എന്താ ഇപ്പോൾ പറമ്പിൽ ചക്ക ഇടാൻ വന്നതാണ്. ചക്ക കണ്ടോ, ഇത് നമ്മുടെ പറമ്പിലെ പ്ലാവ്. അപ്പം ഈ ചക്ക ഇട്ടിട്ട് ചക്ക പുഴുക്കോ ചക്ക തോരനോ അതെന്തെങ്കിലും വെക്കാനാണ് ഇന്നത്തെ പ്ലാൻ. ചക്കയിട്ട് കിച്ചണിൽ കൊണ്ടുവന്നു. ഇനി നമ്മൾ ചക്ക മുറിച്ചെടുക്കണം. ഒരു വലിയ പ്രയത്നമാണ് ഇത് വെട്ടുക എന്നുള്ളത്. അങ്ങനെ ചക്ക 2 പീസാക്കിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ മുളഞ്ഞിലൊന്ന് എടുത്ത് മാറ്റാം. പീസാണ് നമ്മളിപ്പം എടുക്കാൻ പോണത്. ഇതൊരു ഭയങ്കര ടാസ്ക്കാണ്. അപ്പം നല്ലോണം അറിയാവുന്നവർ മാത്രം ഇത് ചെയ്യുക അല്ലേ? അതെ, അല്ല. അങ്ങനെ അമ്മ എല്ലാ എനർജിയും യൂസ് ചെയ്തുകൊണ്ട് ചക്ക വെട്ടി നുറുക്കാനുള്ള ശ്രമത്തിലാണ്. യെസ് യെസ്, കണ്ടു. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് എടുക്കാം. എന്നാണ് കയ്യിലെങ്കിൽ ഫുൾ പശയാണ്. അപ്പൊ പശ എന്താണ്? മുളഞ്ഞൽ. അപ്പൊ ഇതാ ചക്ക വെട്ടുന്നവർക്ക് ഉള്ള ടിപ്പാണ് വെളിച്ചെണ്ണ പുരട്ടുക. പിന്നെ ഇതിലും ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ആകൂല. ഞാനെല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. ചക്ക അതേ കണ്ടോ? ചക്ക 2ആയിട്ട് മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. ഇനി ചെയ്യാൻ പോണത് നമ്മൾ ചക്ക തോരനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇത് മാത്രമായിട്ടെടുത്ത് ചക്കത്തോരൻ ഉണ്ടാക്കാൻ പോണു. കുരു ഇപ്പം എടുക്കുന്നില്ല, ഇത് മാത്രം ചക്കത്തോരൻ ഉണ്ടാക്കാനാണ്. അപ്പം ഞാൻ ഇത് ഇങ്ങനെ എടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി കൊണ്ടുവരാം. വേഗം വരാവേ. ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ചക്കച്ചുള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ നമ്മൾ ചക്കത്തോരൻ റെഡിയാക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളം കരിവേപ്പിലിട്ട് നമുക്ക് ഈ ചക്ക ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കും. 2 മിനിറ്റ് വേഗം വേവും. ഇതൊരു 2 മിനിറ്റ് കൊണ്ട് വേവേ. അപ്പം ഒരു അരമുറി തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു പിഞ്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 മുളക്, പച്ചമുളക്, ഇത്രയും ഒന്ന് ചതയ്ക്കുക. നല്ലോണം ഒന്ന് ചതച്ച് കൊണ്ടുവരാവേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. നമുക്ക് ഒന്നുകൂടി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വേഗമായിട്ടില്ല കേട്ടോ. ഒന്നുകൂടെ വേഗം. അപ്പോൾ നല്ലാണ്ട് അങ്ങോട്ട് വെന്ത് പോകും. തോരനല്ലേ, അതിലും നല്ലത് നമുക്ക് ചീനിച്ചട്ടിയിൽ തന്നെ കുറച്ച് കടുക് വറുത്തിട്ട് ഇങ്ങനെ എടുക്കുക നല്ലത്. ഒരു 2 മിനിറ്റും കൂടെ വേവാനുണ്ട്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് അരച്ചു കൊണ്ടുവന്ന് ഈ അരപ്പ് ഉള്ളൂ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്
ഈ ചക്കത്തോരൻ. ചക്ക കൊണ്ട് ഒരുപാട് ഉണ്ടാക്കാം കേട്ടോ, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ചക്കപ്പുഴുക്കുണ്ടാക്കും, ചക്ക എരിശ്ശേരി ഉണ്ടാക്കും, ഇതെല്ലാം ഉണ്ടാക്കാം. നമ്മളിപ്പോൾ ഈ എളുപ്പത്തിന് ചക്കത്തോരനാക്കി. തുറന്നു നോക്കാം. വെന്തിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് ചക്കത്തോരൻ. ഇനി നമുക്ക് ഈ അരപ്പും കൂടെ ഇടുക, അപ്പം മാത്രമേ ഉള്ളൂ. വളരെ ഈസി. പിന്നെ ചക്ക ഇപ്പോൾ ഭയങ്കര ഇതാണല്ലോ. പണ്ടൊക്കെ ചക്ക പ്ലാവിൽ കിടന്ന് ചീത്തയായി പോവുമായിരുന്നു ഒരുപാട്. ഇപ്പം ചക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ക്യാൻസറിന് വരെ ചക്ക നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ നല്ല ഓർഗാനിക് സാധനമാണല്ലോ ചക്ക. 100% ഓർഗാനിക് ഡിഷാണ്. അതെ, ചക്ക, തേങ്ങ, കരിവേപ്പില എല്ലാം നമ്മുടെ വീട്ടില്. അതെ അതെ. വിഷുവൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ചക്ക ഒരെണ്ണം നമ്മുടെ പ്ലാവിൽ നിന്ന് തന്നെ ചക്ക കിട്ടി. അധികം ആയിട്ടില്ല, നല്ലോണം മൂത്തിട്ടില്ല. എന്നാലും ഇന്ന് ചക്കത്തോരൻ ഉണ്ടാക്കണമെന്ന് തോന്നി. അങ്ങനെ ഇപ്പം നിങ്ങളെയും കൂടെ കാണിക്കാം. ചക്കത്തോരൻ മേടിച്ച് അങ്ങനെയാണ് ചക്കത്തോരനാക്കിയതെന്ന്. അപ്പം നമ്മുടെ ചക്കത്തോരൻ റെഡിയായേ. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ആ തേങ്ങയുടെ ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി നമ്മളൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. ചക്കത്തോരൻ റെഡിയായി. ഇനി ഞങ്ങളിവിടെ ചക്കത്തോരൻ ടേസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് പറയാം. ഞങ്ങൾ മീൻകറിയും ചക്കത്തോരനും ചോറും ഒക്കെ കൂടെ കഴിച്ച് എല്ലാവരും വയറൊക്കെ ഫുള്ളായി. ചെന്താ ഇപ്പോൾ ഓൺലൈനിൽ ഈ ഒരു തോട്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ലെങ്ത് ഒക്കെ കൂട്ടാൻ പറ്റുന്ന തോട്ടിയാണ്. അടിപൊളി സംഭവം കേട്ടോ. നിങ്ങളും ഇത് കാണുകയാണെങ്കിൽ ഓർഡർ ചെയ്യണം. തേങ്ങ കുറച്ച് പാടായിരിക്കും, പക്ഷെ നമുക്ക് മാങ്ങയും പേരയ്ക്കൊക്കെ ഇടാൻ ഇത് പെർഫെക്റ്റാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കണു. അപ്പോൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നെവ്ന വ്ളോഗ്സ് വരുന്നവരേക്കും ബൈ. എവിടെയാണ്?